ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സുമീസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് ഒറ്റ മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. അത്രയും സിമ്പിളാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഡോളിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം കുറച്ച് പേര്, ഒരുപാട് പേരൊന്നും ഇല്ല, 2-3 പേരിങ്ങനെ വേറെ ഇത് കുക്കിംഗ് ചാനലല്ലേ, ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ചാനൽ തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വേറൊരു ചാനൽ ഞാൻ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിങ്ങനെ ഒന്ന് കയറി വരാൻ കുറച്ച് താമസം എടുക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ ചാനൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡോളിൻ്റെ ആ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസിക് മിനി സീരീസ് എന്നാണ് നമ്മൾ ആ ഒരു ചാനലിന് പേരിട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതൊന്ന് കണ്ടു നോക്കുക. നമ്മൾ ശരിക്കും ഒരു സിനിമാറ്റിക് സ്റ്റൈലിൽ ചെയ്യുന്ന സ്റ്റോറിയാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. ഒരു ശരിക്കും സിനിമാറ്റിക് സ്റ്റോറി തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അതിൻ്റെ നമ്മൾ എപ്പിസോഡ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും കറക്റ്റായിട്ട് എപ്പിസോഡ്സ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ എപ്പിസോഡും കാണുക. നമ്മൾ ആ ചാനലിൽ ഇടുന്ന ഫസ്റ്റ് 6 വീഡിയോയ്ക്ക് നമ്മൾ 6 പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, കണ്ടതാണെങ്കിലും വീഡിയോ ഒന്നുകൂടി ഒന്ന് ഫുൾ കാണണം, എന്നിട്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇത് 3 ചെയ്യുന്നവർക്കാണ് ഗീവ് അവേയിൽ പങ്കെടുക്കാൻ പറ്റുക. അപ്പോൾ എന്തായാലും ഗീവ് അവേക്ക് പങ്കെടുക്കാം കേട്ടോ. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടിരിക്കാം. ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്ക്രീനിലെങ്കിലും കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് വേണ്ടത്. റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള ബട്ടർ എടുക്കുക. ഇതിപ്പോൾ ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അത് ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമുക്ക് വാനില എസൻസ്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഏലക്കാപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് പകരമായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് 3ഉം കൂടിയിട്ട് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ആ സെയിം ടേബിൾ സ്പൂൺ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ മൈദയാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇത്രയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ ഒരു നുള്ളളവിൽ ഉപ്പും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നാലാണ് നല്ലൊരു സ്വാദ് നമുക്കിതിന് കിട്ടുക. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കൂടവേ ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ പാൽ കൂടി ചേർത്തിട്ടുണ്ട്. ഒരുപാട് ചേർക്കണ്ട കേട്ടോ, 1-2 ടീസ്പൂൺ, ഞാനൊരു 2 ടീസ്പൂൺ ചേർത്തു കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അഥവാ നിങ്ങൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അളവ്, അതായത് കയ്യിൽ നല്ല ഒട്ടിപ്പിടിക്കുന്നു, നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ കൂടി മൈദപ്പൊടി അധികമായിട്ട് ചേർത്തിട്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒരു ഡോ ആക്കി എടുക്കാം കേട്ടോ. അത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങൾ അധികം മൈദ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിത് ഇതുപോലൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് വലിയ ബോൾസ് അല്ല, ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ചെറിയ ബോളാക്കിയിട്ട് ഇതുപോലെ ഈ ഒരു ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഞാൻ ചെറിയ ബോൾസാക്കി വെച്ചു. ഇനി അടുപ്പിലേക്ക് നമ്മൾ സാധാരണ ഒരു ചപ്പാത്തിയുടെ കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ദോശക്കല്ലുണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുക. എൻ്റേത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇതിൽ ബട്ടർ ഓയിലോ ഒന്നും തേച്ചിട്ടില്ല. നിങ്ങളുടെ നോൺ സ്റ്റിക്ക് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടർ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റ് വെച്ച് അടച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20-25 മിനിറ്റ് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അത് 25 മിനിറ്റ് ആകുമ്പോൾ ഇതിൻ്റെ അടിഭാഗം ഈ ഒരു ബ്രൗൺ കളറാവും. ഇതിൽ കൂടുതൽ സമയം നിങ്ങൾ വെക്കരുത്. ബ്രൗൺ ആയാൽ ഉടനെ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂടാറുന്ന സമയത്താണ് ഇതിരുന്ന് ക്രിസ്പി ആവുന്നത്. അല്ലാതെ നമ്മൾ ചൂടോടുകൂടി നോക്കുമ്പോൾ മുകളിൽ കുറച്ച് വേവാത്ത പോലെ ഫീൽ ചെയ്യും. നമുക്ക് കംപ്ലീറ്റ് ചൂടാറുമ്പം ഇതുപോലെ നല്ല ക്രിസ്പായിട്ട് കിട്ടും.